ക്യാൻവാസിൽ ജീവൻ തുടിക്കുന്ന ചിത്രങ്ങൾ പകർത്തി ശ്രദ്ധേയനാവുകയാണ് കാസർഗോഡ് ചെട്ടുംകുഴിയിലെ BM ബഷീർ. ഏറ്റവും ഒടുവിലായി വരച്ച MA യൂസഫ് അലിയുടെ ഇന്ത്യയെയും മിഡിൽ ഈസ്റ്റിനെയും ഹൃദയത്തോട് ചേർത്ത് പിടിക്കുന്ന ചിത്രം ബഷീറിന്റെ കലാമികവിന്റെ നേർസാക്ഷ്യമാകുന്നു. Totomal, biggest showroom for kitchen, home appliances and toys. Totomal, Nayamarmula, Kasaragod. പതിനേഴ് വർഷമായി ചിത്രകലാരംഗത്ത് സജീവമാണ് BM ബഷീർ. കാസർഗോട്ടെ കുൽസു ആർട്സിലായിരുന്നു ചിത്രകലാ പരിശീലനം. ഇതിനോടകം നിരവധി ചിത്രങ്ങളാണ് ബഷീർ ക്യാൻവാസിലാക്കിയത്. ചരിത്ര സ്മരണകളിരമ്പുന്ന മാലിക് തിനാർ പള്ളിയുടെ ചിത്രവും ഓടക്കുഴലേന്തിയ ഉണ്ണിക്കണ്ണൻ്റെ ചിത്രവും ഏറെ ആകർഷകമാണ്. അക്രലറ്റിക് പോസ്റ്റർ കളർ ഉപയോഗിച്ചാണ് മനോഹരങ്ങളായ ചിത്രങ്ങൾ ഒരുക്കുന്നത്. ബഷീർ വരച്ച ഇന്ത്യയെയും മിഡിൽ ഈസ്റ്റിനെയും ഹൃദയത്തോട് ചേർത്ത് പിടിക്കുന്ന MA യൂസഫ് അലിയുടെ ജീവൻ തുടിക്കുന്ന ചിത്രമാണ് ഇപ്പോൾ ശ്രദ്ധേയമാകുന്നത്. യൂസഫ് അലിയെ ഏറെ ഇഷ്ടപ്പെടുന്ന ബഷീർ സ്വന്തമായി തീമുണ്ടാക്കിയാണ് ഈ ചിത്രം ക്യാൻവാസിലാക്കിയത്. പതിനാല് ദിവസമെടുത്താണ് 3 അടി നീളവും 2 അടി വീതിയുമുള്ള ക്യാൻവാസിൽ യൂസഫ് അലിയുടെ പ്രഭാവത്തെ പൂർണ്ണമായും അടയാളപ്പെടുത്തിയത്. ചിത്രം യൂസഫ് അലിക്ക് നേരിട്ട് കൈമാറണമെന്നാണ് ബഷീറിന്റെ ആഗ്രഹം. കൈ കെട്ടി നിന്ന ചിത്രത്തിന് കൈനെ കെട്ടിയ ഭാഗം കട്ട് ചെയ്തിട്ട് ബാക്കി അദ്ദേഹത്തിൻ്റെ ശരീരത്തിലേക്ക് ബാക്കി ചിത്രങ്ങൾ വരച്ചിട്ട് അതിന് മുകളിൽ കൂടി കൈ ഇങ്ങനെ വെച്ചുകൊണ്ടാണ് ഞാൻ വരച്ചത്. പിന്നെ ഒരു സൈഡ് വരച്ചത് ബുർജ് ഖലീഫാൻ്റെ ഒരു ചിത്രം, അത് ഗൾഫിൻ്റെ ആണ്. പിന്നെ ഒരു സൈഡ് ഇന്ത്യൻ്റെ താജ്മഹൽ ബാക്ക്ഗ്രൗണ്ട്, അങ്ങനെ എല്ലാം ഉൾപ്പെടുത്തിയിട്ട് ഒരു നല്ലൊരു വെറൈറ്റി കൂടിയാണ് ഞാൻ ഈ ചിത്രം വരച്ചത്. എനിക്ക് ഏറ്റവും ആഗ്രഹം യൂസഫ് അലി സാറിനെ കണ്ടിട്ട് ഈ ചിത്രം എങ്ങനെയെങ്കിലും എനിക്ക് കൊടുക്കണം, നന്നായിട്ട് പ്രേം ചെയ്തിട്ട് കൊടുക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നുണ്ടത്. ചിത്രകാരന് പുറമെ അറിയപ്പെടുന്ന മേക്കപ്പ് ആർട്ടിസ്റ്റ് കൂടിയാണ് ബഷീർ. വാൾ പെയിന്റ് 3D ഡിസൈനിങ്ങിലും ബഷീർ വിസ്മയങ്ങൾ തീർക്കുന്നു. കലയ്ക്കായി ജീവിതം ഒഴിഞ്ഞുവെച്ചുവെങ്കിലും ഈ ചിത്രകാരന് സ്വന്തമായി വീടില്ല. മറ്റൊരാളുടെ സഹായത്തോടെയുള്ള വീട്ടിലാണ് കുടുംബവുമൊത്ത് താമസം. കലാപ്രവർത്തനങ്ങൾക്ക് ഭാര്യ ഫൗസിയ, മക്കളായ +2 വിദ്യാർത്ഥി അഹമ്മദ് കബീർ, ഡിഗ്രി വിദ്യാർത്ഥിനി ഫർഹാന എന്നിവരുടെ പൂർണ്ണ പിന്തുണയുമുണ്ട്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്.